ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വാട്ടി ഇലയും കുറച്ച് വിഭവങ്ങളൊക്കെയാണല്ലോ കാണിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടല്ലേ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒരു പൊതിച്ചോറിനുള്ള സ്കോപ്പ് ഉണ്ടല്ലോ എന്ന്. അത് ഫ്രണ്ട്സ്, ഞങ്ങളൊരു ഭക്ഷണപ്പൊതി അല്ലെങ്കിൽ പൊതിച്ചോറ് കിട്ടുന്നതിനുള്ള തത്രപ്പാടിലാണ്. ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ഭാഗത്തു നിന്നും DYF ടീം ഈ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണപ്പൊതി കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇന്നത്തെ ദിവസമാണ് ഇവർ കളക്ട് ചെയ്യാൻ വരുന്നത്. ഈ ഒരു പരിപാടിയുടെ പേര് ഹൃദയപൂർവ്വം എന്നാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ വളരെ കുറച്ച് വിഭവങ്ങളാണ്. മഹാനവമി ആയതുകൊണ്ട് നോൺ വെജ് ഒന്നും കാര്യമായിട്ടില്ല. ആ കൂടെ ഇപ്പോൾ മുട്ടയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സാമ്പാർ, അതുപോലെ തന്നെ അച്ചാർ, പുളിയിഞ്ചി, കൊണ്ടാട്ടമുളക്, പിന്നെ ഒരു തോരൻ, വഴുതനങ്ങ തോരൻ, അത്രയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അച്ഛനാണ് ഇപ്പോൾ ഇത് പൊതിച്ചോറ് കെട്ടാനായിട്ട് വന്നിട്ടുള്ളത്. അച്ഛൻ നല്ല സൂപ്പറായിട്ട് പൊതിച്ചോറ് കെട്ടും. നമ്മളിവിടെ 2 പേർക്കുള്ള പൊതിച്ചോറാണ് ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇതുപോലെ പൊതിച്ചോറ് നൽകാറുണ്ട്. അതിപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ അവരവരെ കഴിയുന്ന വിധത്തിൽ പൊതിച്ചോറുകൾ കൊടുക്കാറുണ്ട്. അത് എല്ലാവർക്കും ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ ആരും അങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. അവർ ആ ഒരു സമയമാകുമ്പോൾ എല്ലാവരുടെ നിന്നും വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഏതൊരു പരിപാടിയുടെയും പിറകിൽ ഒരുപാട് എഫേർട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി നടത്തുന്നതിൻ്റെ പേരിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ പിറകിലുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇത് കളക്ട് ചെയ്യുന്നതിനും അതുപോലെ അവിടെ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സ്ലോഗൻ തന്നെ വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം എന്നതാണ്. എത്ര നല്ല വാക്കുകളാണ്, വരികളാണല്ലേ. DYFIയുടെ ഹൃദയപൂർവ്വം പരിപാടി 2017 മെയ് 16 തുടങ്ങി. ഇപ്പോൾ 2025 സെപ്റ്റംബർ എത്തി നിൽക്കുമ്പോൾ ഏകദേശം ഒരു 3060 കൂടുതൽ ദിവസം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലയളവിൽ 1.5 കോടിയോളം പൊതിച്ചോറും അതുപോലെ 60,000-ഓളം യൂണിറ്റ് രക്തവും 206 രക്തദാന ക്യാമ്പും ഈ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുവാൻ DYFക്ക് സാധിച്ചിട്ടുണ്ട്. 2017 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച ഈ പദ്ധതി സംസ്ഥാനത്തെ മറ്റു സർക്കാർ ആശുപത്രികളിലേക്ക് വ്യാപിപ്പിച്ചു. ഓരോ ജില്ലയിലും DYFI കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാർ പാചകം ചെയ്ത ഉച്ചഭക്ഷണം ഇവിടങ്ങളിലേക്ക് എത്തിക്കുന്നു. അടുത്തുവരുന്ന പ്രദേശങ്ങളിലെ അംഗങ്ങൾ വർഷം മുഴുവൻ ഈ പദ്ധതി കാര്യനിർവഹിക്കുന്നു. ഒരു അവധിയും കണക്കിലെടുക്കാതെ ഓരോ ദിവസവും ഇതിനായി പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയ മതവർഗ ചിന്തകൾക്ക് അതീതമാണ് ഈ ഒരു പദ്ധതി. ആയിരക്കണക്കിന് രോഗികൾക്ക് ഉച്ചഭക്ഷണം ലഭിക്കുന്നു. 8 വർഷം പൂർത്തിയായ ഈ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് പൊതിച്ചോർ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും കുടുംബങ്ങൾ, പ്രാദേശിക ചെറു യൂണിറ്റുകൾ ഉദ്യമപൂർവ്വം ഈ ഭക്ഷണ പാക്കറ്റ് തയ്യാറാക്കുന്നു. DYFI വണ്ടികൾ ഉച്ചയ്ക്ക് ആശുപത്രിയിലെത്തുമ്പോൾ രോഗികളും കൂട്ടിരിപ്പുകാരും ഭക്ഷണം വാങ്ങാൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഹൃദയപൂർവ്വം പദ്ധതി സാമൂഹ്യ വിപ്ലവത്തിൻ്റെ മാതൃകയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും പ്രശംസ നേടിയതുമാണ്. കേരളത്തിൻ്റെ ജനകീയ ബോധവും അമിതമായ ദൗത്യബോധവുമാണ് DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിക്ക് ശക്തി നൽകുന്നത്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ വളരെയേറെ സഹകരണം. രാഷ്ട്രീയ മതവർഗ ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒത്തുചേർന്ന് ഈ ഒരു പദ്ധതി വിജയമാക്കുന്നു എന്നുള്ളത് പ്രശംസനീയമാണ്.